എമ്പുരാൻ എന്ന മൂവിയുടെ പോസ്റ്റർ റിവ്യൂ ആണ് ഞാനിപ്പോ ചെയ്യുന്നത്. പോസ്റ്റർ റിവ്യൂ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. എന്റെ പൊന്നോ വേണ്ട, അത് പുതിയൊരു റിവ്യൂ ആണ്. എല്ലാരും ഈ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നല്ല സ്റ്റൈലായിട്ടായിരിക്കുന്നത് അല്ലേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ലെമ്പുരാനോ? അല്ല, ഈ എമ്പുരാൻ L2 എന്നാ പറയുന്നത്. ലലട്ടൻ ഇരിക്കുന്നുണ്ടോ? നല്ല രസമില്ലാണോ? അടിപൊളിയായിട്ടുണ്ട്. കേറ്റി വെച്ചതുപോലെ ഉണ്ട്. ആരോ എടുത്ത് വെച്ചതാന്ന് തോന്നുന്നു. നീ എന്താടാ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നണം. എനിക്ക് കണ്ടിട്ട് മറ്റേ ജോർജ് ചേട്ടൻ മറ്റേ ഇത് കൊടുത്തിട്ടെ റബ്ബർ ഷീറ്റ് ഒക്കെ വിട്ടിട്ട് ഇടുക്കിയിലുള്ള ജോർജ് ചേട്ടൻ റബ്ബർ ഷീറ്റ് ഇട്ടിട്ട് ജീപ്പിൽ തിരിച്ചു വന്നല്ലോ തോന്നുന്നുണ്ട്. വീട്ടിലോട്ട് പോകണ പോലെ. അയ്യോ, ശരിയാണോ? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ശരിയാണോ? അതിനൊന്നും ഈ കോസ്റ്റ്യൂം റബ്ബർ വെട്ട് ഇറങ്ങി ഈ കോസ്റ്റ്യൂമിലാണോ കാണുന്നത്? ഓ, ഇത് തുരിശടിക്കാൻ പോയതായിരിക്കും. ആഞ്ജനേയ സ്വാമി പക്ഷെ അത് ഹെലികോപ്റ്റർ ഞാൻ ശരിയാണ്. പക്ക ജീപ്പിലൊക്കെ ഇരുന്നുള്ള ശീലമല്ല. ഞാൻ ഇവിടെ ഹെലികോപ്റ്റർ പറ്റും. മനസ്സിലായി? അതെ, എവിടെ കയറിയാലും പുള്ളിക്കറിയാതിരിപ്പല്ലോ. ശരിക്കും ജീപ്പ് ഇരിക്കുന്നവരുണ്ടല്ലേ? അയ്യോ, പാവങ്ങളായ ഫാൻസുകാരെ. എടാ കുരുവിളെ, നീ കാലത്തെ കുരുപൊട്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? എങ്കി വാടാ. ഇമാരൊക്കെ ആരാ? തോട്ടം തൊഴിലാളികളോ? ടാപ്പിംഗ് തൊഴിലാളികളോ? ആളാണ്, കണ്ടോ? അവനെ എന്റെ കയ്യിൽ കിട്ടും. പിന്നെ ആ ഒരു എന്തോ ആണെന്നുള്ള പോലത്തെ ഇരിപ്പായിരിക്കുന്നത്. പക്ഷെ ഇത് കണ്ണുന്നാണ് പറഞ്ഞത്. കുഴപ്പട്ടോ എന്താടാ? നിനക്കൊക്കെ ഇത് കാണുമ്പോ ഹെലികോപ്റ്ററിൽ ഇരിക്കുന്നവരാണോ തോന്നുന്നത്? ശരിക്കും മനസ്സിലായിട്ടില്ല. ഇവിടെ ഈ ലൈഫ് ബോയ് സോപ്പിന്റെ ഒക്കെ പരസ്യത്തില് സോപ്പ് ഒരച്ച് കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടുങ്ങിട്ട് 2 കീടാണുക്കൾ മാത്രം ബാക്കി വരില്ലേ? ആ 2 കീടാണുക്കളാണ് ഇരിക്കുന്ന 2 ഡിങ്കും മിങ്കും.